ദുഃഖവെള്ളിയുടെ ഈ ദിവസം നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്, ഞാൻ എന്താണ് പറയുക എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിലെ അദ്ദേഹം അനുഭവിച്ച മനോവേദനയും, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്, അതിന് കാരണക്കാരാരൊക്കെയാണ്, എന്താണതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദുഃഖവെള്ളി നമുക്ക് ലഭിച്ചത്, അത് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുവൻ മൂലം പാപം ലോകത്തിലേക്ക് വന്നു, മറ്റൊരുവൻ മൂലം രക്ഷ നമുക്ക് ലഭിച്ചു. ആദ്യമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ മറ്റൊരു ആദത്തിലൂടെ, ക്രിസ്തുവാകുന്ന ആദത്തിലൂടെ ലോകത്തിൻ്റെ രക്ഷ കൈവരിച്ചു. ഈ രക്ഷ കൈവരിക്കാൻ ഒരുവൻ ബലി അർപ്പിക്കേണ്ടത് ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വായനയിൽ അബ്രാഹാം തൻ്റെ സ്വന്തം പുത്രനെ, ഏകപുത്രനെ ബലിയർപ്പിക്കാനായിട്ട് കടന്നു വന്നത്. ബലിയർപ്പിക്കാനായി ബലിപീഠത്തിൽ കിടത്തിയ ശേഷമാണ് അവനൊരു അശരീരി കേൾക്കുന്നത്: കുഞ്ഞിനെ തുടരുത്, നിനക്കർപ്പിക്കാനുള്ള ഒരു കുഞ്ഞാട് ആ മുളിച്ചെടികൾക്കിടയിലുണ്ട്, നീ അതിനെ എടുത്ത് ബലിയർപ്പിക്കുക. നിന്റെ വിശ്വാസവും നിന്റെ വിധേയത്വവും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നലെ പെസഹ നമ്മൾ ആചരിച്ചു, ഇന്ന് ദുഃഖവെള്ളിയാണ്. ഈ പെസഹായും ദുഃഖവെള്ളിയും രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഇന്നലെ ആഘോഷകരമായി വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിച്ചു, ആരാധിച്ചു, മനോഹരമായ ഒരു പെസഹ ഊട്ട് നമ്മൾ നടത്തി, പെസഹ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി. ഇന്ന് ദുഃഖവെള്ളിയിൽ ദുഃഖം തള്ളക്കെട്ടി നിൽക്കുന്ന ഈ ദേവാലയത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഈ പെസഹായും ദുഃഖവെള്ളിയും എന്നുമാണ്. ജീവിതത്തിൽ വരുന്ന സന്തോഷവും സമാധാനവും ഇത് രണ്ടും ഇടചേരുന്നതാണ് ദുഃഖവെള്ളിയും പെസഹായും. കാരണം പെസഹ ദുഃഖവെള്ളിയോടുകൂടെ മാത്രമേ പൂർത്തിയാകൂ, ദുഃഖവെള്ളി പെസഹ ഉണ്ടെങ്കിൽ മാത്രമേ പൂർത്തിയാകൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? പെസഹായിൽ അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട്, ആ കുഞ്ഞാടാണ് യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കപ്പെടുന്നത്. അത് ദൈവപുത്രനാണ്. അത് കാൽവരിയിലാണ് ബലിയർപ്പിക്കപ്പെടുന്നത്, കേവലം ഒരു ബലിപീഠത്തിലല്ല. അബ്രാഹത്തിൻ്റെ മകനെ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ കാൽവരിയിൽ അവിടെ ഒരു ബലിപീഠമില്ല, അവിടെയുള്ളത് കുരിശ് മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് ഈ ഒരു വായനയിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ചില കഥാപാത്രങ്ങളെ ചിന്തിക്കുകയായിരുന്നു. പീലാത്തോസുണ്ട്, പത്രോസുണ്ട്, അതുപോലെ യൂദാസുണ്ട്, മറ്റു പലരൊക്കെ അതിൻ്റെ കൂട്ടരാണ്. ഇതിൽ എന്നെ സ്പർശിച്ച ഒരു കഥാപാത്രം, ക്യാരക്ടർ പീലാത്തോസാണ്. പീലാത്തോസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ പീലാത്തോസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇവിടെ പ്രസംഗകൻ വായിച്ച വായനയിൽ പീലാത്തോസ് പറയുന്ന ആത്മകഥ അവിടെ പറയുന്നുണ്ട്: ജനങ്ങൾക്ക് ഇവനിലുള്ള അസൂയ കൊണ്ടാണ് ഇവനെ പിടിച്ചേൽപ്പിച്ചത്. അത് വളരെ കൃത്യമായിട്ട് പീലാത്തോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് പീലാത്തോസ് ഇവനെ രക്ഷിക്കുവാനായി, ഈശോയെ രക്ഷിക്കുവാനായിട്ട് പല തരത്തിലും പല രീതിയിലും ഇടപെടുന്നുണ്ട്. പീലാത്തോസിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇത് യഹൂദരുടെ കുടുംബക്കാര്യമാണ്, യഹൂദരുടെ മതപരമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അവന് കൃത്യമായിട്ട് അറിയാം, വധശിക്ഷയ്ക്ക് അർഹമായിട്ടുള്ള യാതൊന്നും തന്നെ ഇവൻ ചെയ്തിട്ടില്ല. ഇവരുടെ അസൂയ കൊണ്ട് മാത്രമാണ് ഇവർ പറയുന്നത്. പീലാത്തോസ് ഒരു രാഷ്ട്രീയം കളിക്കുകയാണ്, പക്ക ഒരു പൊളിറ്റിക്കൽ ഗെയിം. കാരണം അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യഹൂദർ പറയുന്നൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ, ഒരു രാജാവേ ഉള്ളൂ, അത് സീസറാണ്, റോമൻ ചക്രവർത്തി. അപ്പോൾ യഹൂദർക്ക് അവരുടെ കാര്യം സാധിച്ചു കിട്ടാൻ പീലാത്തോസ് ചെറിയൊരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ യഹൂദരുടെ ഭാഷ ഒന്ന് മാറുകയാണ്.
അപ്പോൾ തിരുവചനം അല്ലെങ്കിൽ സുവിശേഷത്തിൽ പറയുന്നു, അപ്പോൾ പീലാത്തോസ് ഒന്ന് ഭയപ്പെട്ടു. കാരണം എന്താണ്? എങ്ങാനും ഒരു പ്രക്ഷോഭമുണ്ടായാൽ തൻ്റെ കസേര ധരിക്കാൻ സാധ്യതയുണ്ട്. ഇതാണൊരു പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറയുന്നത്. അന്നും ഇന്നും എന്നും അധികാരത്തിന് വേണ്ടി ആരെങ്കിലും ക്രൂശിക്കപ്പെട്ടാൽ അവിടെ ചില പീലാത്തോസുമാരുണ്ട്. അധികാരത്തിന് വേണ്ടി, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, അത് രാഷ്ട്രീയമാകട്ടെ, സാമൂഹിക ജീവിതമാകട്ടെ, കുടുംബമാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജോലി മേഖലകളാകട്ടെ, ഏത് മേഖലകളെടുത്താലും സ്വാർത്ഥപരമായ താല്പര്യത്തിന് വേണ്ടി, എൻ്റെ അധികാരത്തിന് വേണ്ടി, എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഗെയിം കളിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത എൻ്റേതായ ചില നേട്ടങ്ങളുണ്ട്, ചില സ്വകാര്യ നേട്ടങ്ങൾ. ആ നേട്ടങ്ങളെ കൈപ്പിടിയിലടക്കാൻ ആര് ക്രൂശിക്കപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല. ഇതാണ് പീലാത്തോസിൻ്റെ രാഷ്ട്രീയം. ഈ പീലാത്തോസിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തെയും തകർക്കുന്നത്. കാരണം അവർ പാറപ്പുറത്ത് വീണ വിത്തുകളെ പോലെയാണ്. വേരില്ല, ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ജീവിതത്തിൽ ചില മൂല്യങ്ങളില്ല, ചില ലക്ഷ്യങ്ങളില്ല, ചില കാഴ്ചപ്പാടുകളില്ല. അത് അപ്പനുണ്ടായാലേ മക്കൾക്കുണ്ടാകൂ, അത് മക്കൾക്കുണ്ടായാൽ അടുത്ത തലമുറയ്ക്കുണ്ടാകും. കൃത്യമായ ഒരു കാഴ്ചപ്പാടും കൃത്യമായ ഒരു ദർശനവും ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണവും വേണം. പീലാത്തോസിനില്ലാതെ പോയത് അതാണ്. പീലാത്തോസിനുണ്ടായത് ഒറ്റ കാര്യം മാത്രം. എന്താണ്? തൻ്റെ അധികാരം. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രശ്നങ്ങളെയും നേരിടാൻ പീലാത്തോസ് കൂട്ടാക്കിയില്ല. സ്നേഹമുള്ളവരെ, പീലാത്തോസ് ഒരു വശത്ത് നല്ലവനാ, കാരണം അവൻ രക്ഷിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ അധികാരത്തെ തൊട്ടപ്പോൾ, തൻ്റെ ജീവിതത്തെ തൊട്ടപ്പോൾ അവനൊന്ന് പതറി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, വെല്ലുവിളികളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, അത് ദാമ്പത്യമാകട്ടെ, അത് സമൂഹ ജീവിതമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, വിശ്വാസത്തിൻ്റെ ജീവിതമാകട്ടെ, വെല്ലുവിളികളുണ്ടാകുമ്പോൾ തകർച്ചയില്ലാതെ എഴുന്നേറ്റ് ശക്തിയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ കുരിശിലെ സാധിക്കൂ. കാരണം അവൻ നിന്നത്, അവൻ കുരിശിലേറിയത് അവന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഈ ഒരു ബോധ്യവും ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരപ്പനാകാൻ സാധിക്കൂ, അമ്മയ്ക്ക് അമ്മയാകാൻ സാധിക്കൂ, മക്കൾക്ക് നല്ല മക്കളാകാൻ സാധിക്കും. ഇതാണ് ആദ്യം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പീലാത്തോസ് മുന്നോട്ട് പോകുമ്പോൾ, പീലാത്തോസിൻ്റെ ക്യാരക്ടർ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, കുരിശിൻ്റെ വഴിയിൽ ഈ ഒരു വിചാരണയുടെ സമയത്ത് പീലാത്തോസ് പ്രത്യേകിച്ച് കുറ്റമൊന്നും കാണുന്നില്ല ഈ പറയുന്ന ഈശോയിൽ. അവൻ പറയുന്നുണ്ട്, മരണശിക്ഷയ്ക്ക് അർഹമായ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ, അദ്ദേഹം സെമിനാരിയിലുണ്ടായിരുന്നു, പിന്നീട് സെമിനാരിക്ക് പുറത്തു പോയി, ഇപ്പം നല്ലൊരു അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജിൽ അവൻ അല്പം അത്യാവശ്യം ഇങ്ങനെ എന്താ പറയുക, എഴുത്തും പരിപാടികളും വായനയിലും അതുപോലെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുന്നൊരു വ്യക്തിയാണ്. ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വാട്സപ്പിലൊരു സന്ദേശം അയച്ചു. വിശുദ്ധ വാരത്തിൻ്റെ ഒരു വിചാരണയാണ്. വിശുദ്ധ വാരത്തിൻ്റെ വിചാരണ എന്താണ്? വിശുദ്ധ വാരത്തിൻ്റെ വിചാരണ യേശുവിനെ വിചാരണ ചെയ്യുകയാണ്. പീലാത്തോസ് പറയുന്നു, ഞാൻ ഇയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. എന്തൊക്കെയാണ് ഈശോയിൽ കാണുന്ന കുറ്റങ്ങൾ? എന്നിട്ട് അവൻ ഓരോന്നോരോന്ന് പറയുകയാണ്. എന്താണെന്നാണ്? ആദ്യത്തെ ഒരു സംഭവം അഴിമതിയാണ്. എന്താണ് അഴിമതി? 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. എവിടെ നിന്ന്? വെറും 5 അപ്പം കൊണ്ട് 5000 പേർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു, വെറും 5 അപ്പം 2 മീനും കൊണ്ട്. ഇന്നാണെങ്കിൽ ED അന്വേഷണം നടത്തും. എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടി വരും, ടാക്സ് അടിച്ചു എന്ന് കാണിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും. 5000 പേർക്ക്
ഭക്ഷണം കൊടുത്തു. ഇതിൻ്റെ സോഴ്സ് കാണിച്ചേ പറ്റൂ. ഇതാണ് ആദ്യത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം, വിചാരണ നടത്തുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഇവൻ്റെ കൂടെ കൂടുതലും ഭക്തസ്ത്രീകളാണ്. ഈവൻ ധൈര്യപൂർവം ഒരു വെറോനിക്ക വന്ന ഒരു പെണ്ണ് ഈ കുരിശിന്റെ വഴിയിൽ വന്ന് മുഖം തുടയ്ക്കുന്നുണ്ട്. അല്പസ്വല്പമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. തീയില്ലാതെ പുകയുണ്ടാകുമോ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. മൊറാലിറ്റി, ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയാണ് അന്നും ഇന്നും. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ അടുത്തൊരു വിചാരണ നടക്കുകയാണ്. ദേവാലയത്തിൽ ചാട്ടവാർ എടുത്തുകൊണ്ട് ആളുകളെ ആട്ടിപ്പായിക്കുന്നു. എന്ത് അധികാരമുണ്ട്? ആർക്കാണ് ഈ അധികാരം കൊടുത്തിട്ടുള്ളത്? യേശുവിന് എവിടെ നിന്നാണ് അധികാരം കിട്ടിയിട്ടുള്ളത് ഇതുപോലൊക്കെ ചെയ്യാൻ? ദേവാലയത്തിലാകട്ടെ മറ്റു പല മേഖലകളിലാകട്ടെ എന്താണ് പൊസിഷൻ? നിനക്കിത് ചെയ്യാനുള്ള പൊസിഷൻ എന്താണ്? അധികാരം എന്താണ്? അതിനുള്ള പേപ്പർ എവിടെ? ജീവിതത്തിൽ നന്മ ചെയ്യാനും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കാനും തുടങ്ങുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ഇതിനുള്ള ആവശ്യം? എന്തിനാണത് നിലനിൽക്കുന്നത്? എന്തിനാണത് ചെയ്യുന്നത്? ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വിചാരണ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒത്തിരിയേറെ പേരെ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ട് രോഗശാന്തി നൽകുന്നുണ്ട്. നിനക്ക് ആരാണ് ഇങ്ങനെ വൈദ്യന്റെ ജോലി തന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എവിടെ? ഒരുപാട് ഓർത്തോ മേഖലകളിൽ ഈശോ അത്ഭുതം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാചുകളെ പിടിക്കാൻ ആരാണ് അനുവാദം തന്നത്? എത്ര പേരുടെയാണെന്നറിയാമോ പന്നികൾ ചത്തുപോയത്? എത്ര പേരുടെ പന്നികളാണ് ചത്തുപോയത്? അവരെ കൊടുത്ത കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ഒരു മനുഷ്യരിൽ നിന്ന് പുറത്താക്കിയ പിശാചിനെ എത്രയധികം പന്നികളിലേക്കാണ് സന്നിവേശിപ്പിച്ച് ഈ കിടക്കാൻ തോക്കായ മലയ അടിവാരത്തിലേക്ക്, കടലിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞത്. ഒരു മനുഷ്യന് വേണ്ടി എത്ര പേരുടെ പന്നിയാണ് പോയതെന്നറിയാമോ? അത്രയും പന്നികളുണ്ടായിരുന്നെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്ന ഈസ്റ്ററിന് ഏറ്റവും മനോഹരമായിട്ട് നല്ലൊരു പന്നിക്കൂട്ടാൻ കഴിക്കാമായിരുന്നു. ഇപ്പൊ പന്നിക്ക് എന്താ വില? കിട്ടാനില്ല. വിചാരണകൾ ഒരുപാടുണ്ട് സ്നേഹമുള്ളവരെ, വിചാരണകൾ ഒരുപാട്. എല്ലാ വിചാരണകൾക്കപ്പുറത്തും അവന് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ കുരിശിലേറിയ മരണമാണ്. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. വിചാരണകൾക്കപ്പുറത്ത്, വിചാരണകളുടെ സത്യവും നീതിയും തേടുന്നതിനപ്പുറത്ത് ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. അതിനു മുൻപ് ജനങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വീട് കൊള്ളട്ടെ എന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചില പാപങ്ങൾ, ചില തെറ്റുകൾ അത് കുടുംബത്തെ മാത്രമല്ല തലമുറകളെ വരെ തകർക്കും. യഹൂദരുടെ അവസ്ഥ എന്തായി? ഞാൻ മാളയിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട് മാളയിലാണ്. മാളയിൽ ജൂതത്തെരുവുണ്ട്. അവിടെ ഇപ്പോൾ ഒരു സിനഗോഗൊക്കെ വളരെ മനോഹരമായിട്ടൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. ഒരു സിമിട്രി ഉണ്ട്. അവിടെ ഒരാൾ പോലും ഇപ്പോൾ ഇല്ല. എൻ്റെ അപ്പാപ്പനൊക്കെ ഉള്ള സമയത്ത് അപ്പാപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാളയിലെ ആ ജൂതത്തെരുവിലൊക്കെ ജൂതന്മാരുണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത ഇടുങ്ങിയ വഴികളായിരിക്കും. കടകളൊക്കെ തൊട്ടടുത്തായിരിക്കും. നിങ്ങൾ മട്ടാഞ്ചേരിയിൽ പോയി കാണാം, അവിടെ ഇടുങ്ങിയ വഴികളാണ്, കടകളാണ് തൊട്ടടുത്ത്. മാളയിൽ ഇപ്പോഴും ആ ഒരു വഴിയുണ്ട്. അത് പൊളിച്ചു മാറ്റാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സ്നേഹമുള്ളവരെ, അവർ പറഞ്ഞു, ഞങ്ങളുടെയും ഞങ്ങളുടെ സന്താനങ്ങളുടെയും മേൽ ഇവന്റെ രക്തം വീണുകൊള്ളട്ടെ എന്ന്. എത്ര ആക്രോശത്തോടു കൂടിയാണ് പറഞ്ഞത്. അവരത് ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. ജെറുസലേം ദേവാലയം നാമാവശിഷ്ടമായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ചിതറിയോടി. ഇന്ന് അവർ വീണ്ടും ഒരുമിപ്പിക്കപ്പെട്ട് ഒരു സ്ഥലത്തുണ്ട്. ഞാനിത് രാഷ്ട്രീയം പറയലല്ല.
ഇത് തിരുവചനത്തിൻ്റെ അക്ഷരം പ്രതിയായിട്ടുള്ള സത്യമാണ്. അവനെ മുറിവേൽപ്പിച്ചവർക്ക്, അവനെ കുത്തി മുറിവേൽപ്പിച്ചവർക്ക്, അവനെ പിടിച്ചു കൊടുത്തവർക്ക്, അവൻ്റെ രക്തത്തിന് കാരണമായവർക്ക് ജീവിതത്തിൽ കൊടുക്കേണ്ട വന്ന വില അത് തലമുറ തന്നെയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ദൈവത്തിൽ നിന്ന് മാറി നടന്നുകൊണ്ട് രണ്ടാമത്തൊരു വഞ്ചിയിൽ കാൽ വെച്ചാൽ തിരിച്ചറിയുക, ഞാനും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും ശിക്ഷിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് കൽപ്പനകൾ നൽകിയപ്പോൾ ഒന്നാമത്തെ കൽപ്പനയായിട്ട് പറഞ്ഞത്, ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാനാണ് നിന്റെ ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ആരാണ് എൻ്റെ ദൈവം? ഈ കുരിശിൽ കിടക്കുന്ന ഈശോയാണ് എൻ്റെ ദൈവം. കുരിശിൽ കിടക്കുന്ന എൻ്റെ ഈശോ, അവനാണ് എൻ്റെ ദൈവം. അവനെ അല്ലാതെ മറ്റൊരു ദൈവം എനിക്കുണ്ടായാൽ തിരിച്ചറിയണം, അതെൻ്റെ ജീവിതത്തിൻ്റെ നാശമാണ് എന്ന്. എന്താണ് മറ്റു ദൈവങ്ങൾ? പണമാകാം, അധികാരമാകാം, സ്വത്താകാം, ബന്ധങ്ങളാകാം, എൻ്റെ നേട്ടങ്ങളാകാം, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളാകാം. അതൊക്കെ എൻ്റെ മറ്റു ദൈവങ്ങളാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ഈ ദുഃഖവെള്ളിയിൽ ഈശോയല്ലാതെ, കുരിശിൽ കിടന്ന് എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച ഈശോയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. കാരണം അവൻ എനിക്ക് വേണ്ടി മരിച്ചതാണ്, അവൻ എനിക്ക് വേണ്ടി വേദനകൾ സംഭവിച്ചതാണ്. പീലാത്തോസ് പ്രത്തോറിയത്തിൽ നിന്ന് യേശുവിനെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇതാണ് ആ മനുഷ്യൻ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? എന്തുകൊണ്ടായിരിക്കും പീലാത്തോസ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ഇതാണ് ആ മനുഷ്യനെന്ന്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ ഈ പ്രത്തോറിയത്തിൽ ചാട്ടവാറടിക്കുന്ന അടി കണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത്രയേറെ മാരകമായ ആയുധങ്ങൾ കൊണ്ടാണ്, ചാട്ടവാർ കൊണ്ടാണ് അടിക്കുന്നത്. ചുമ്മാ വെറുതെ വള്ളിയെടുത്ത് അടിക്കലല്ല, അതിൻ്റെ അറ്റത്തൊക്കെ ചെറിയ ചെറിയ ചില സാധനങ്ങളുണ്ട്, അത് വെച്ചാണ് അടിക്കുന്നത്. ഇതുപോലെ അടിച്ച് ക്രൂരമായി അത്രയേറെ മുഖം വികൃതമായി കൊണ്ടാണ് ഈ മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നിരുത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം. അവനെ അതുപോലെ അടിച്ച് പരുവത്തിലാക്കാൻ ഈ യഹൂദര് പടയാളികൾക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. നമ്മളും ഈ നാട്ടിൽ ഇതുപോലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ. അത്രയേറെ അടിച്ച് പരവശനാക്കി, അത്രയേറെ മുറിവേൽപ്പിച്ചവനെ ആക്കി, രൂപം വികൃതമാക്കിക്കൊണ്ട ഏശയുടെ പുസ്തകത്തിൽ വായിച്ചു, വികൃതമായ രൂപത്തോടു കൂടി അവൻ കടന്നു വന്നു, അവൻ മനുഷ്യനെ പോലെ അല്ലായിരുന്നു എന്ന് ഏശയുടെ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. അതിന്ന് നമ്മൾ വായിച്ചതാണ്. അത് കണ്ടപ്പോഴാണ് പീലാത്തോസ് വരെ ഞെട്ടിയത്. അതുകൊണ്ടാണ് ജനങ്ങളോട് പറഞ്ഞത്, ഇതാണ് ആ മനുഷ്യനെന്ന്. കാരണം നേരത്തെ പോയവൻ അല്ല തിരിച്ചു വന്നപ്പോൾ. അത്രയേറെ വേദനകൾ ഈശോ സഹിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഈ ഒരു തിരിച്ചറിവാണ് ദുഃഖവെള്ളിയുടെ അർത്ഥം. സ്നേഹമുള്ളവരെ, ഏതൊരു ക്രിസ്ത്യാനിയും ദുഃഖവെള്ളി പള്ളിയിൽ വരാതിരിക്കില്ല. പള്ളിയിൽ വരാതിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവൻ ഒരു ക്രിസ്ത്യാനിയല്ല. ദുഃഖവെള്ളിയുടെ സമയത്ത് തമ്പുരാനെ ഒന്ന് വന്ന് കാണാൻ, ഈ കുരിശുരൂപം തൊട്ടുബന്ധിച്ച് ഒരു ചുംബനം നൽകാൻ സാധിക്കാതെ പോകുന്ന ഏതൊരു മനുഷ്യനുണ്ടോ, ഏതൊരു ക്രിസ്ത്യാനിയുണ്ടോ, അവൻ ക്രിസ്ത്യാനിയല്ല. കാരണം അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ല, അവൻ്റെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹമില്ല. ഇവിടെ ഈ ദുഃഖവെള്ളിയാഴ്ച എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് ഈ കർമ്മങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് അവനെ ഒരു നോക്ക് കാണാൻ, ഒരു അന്ത്യചുംബനം നൽകാൻ നമ്മൾ തയ്യാറാകുന്നത് ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ്. മരിച്ചു കിടക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ചു കിടക്കുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച്, അവളെ കെട്ടിപ്പിടിച്ച് ഒന്ന് ചുംബിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. അതുപോലൊരു വേദന എത്ര പേർക്ക് നമുക്ക് ഈശോയെ ഇന്ന് ഈ ദുഃഖവെള്ളിയുടെ സമയത്ത് അവനെ ചുംബിക്കുമ്പോൾ നമുക്ക് കിട്ടും? എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു വീണ് കിടക്കുകയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുമോ? ഇവിടെ കിടന്ന് അലമുറയിട്ട് സീനൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഈശോയെ മാറത്തടിച്ച് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് എൻ്റെ ഉള്ളിലുണ്ടാകണം ഒരു മുറിവ്, ഉള്ളിലുണ്ടാകണം ഒരു നൊമ്പരം. കുരിശിൻ്റെ വഴിയിൽ എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും മരണ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ സെമിത്തേരിയിൽ കല്ലറയിൽ അടക്കാൻ വരുമ്പോൾ എല്ലാവരും കൂടി ഇടിച്ച് മുത്തി ആ ആളെ ഒരു പരുവാക്കിയിട്ടാണോ പോകാറ്? അല്ല, ശാന്തമായി സ്വസ്ഥമായി
വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഈശോയുടെ രൂപം തൊട്ട് വന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഏത് പള്ളിയിലും ദുഃഖവെള്ളിയുടെ അന്ന് ഒരു ജാതി ഇടിയായിരിക്കും ഈശോനെ മുത്താൻ. അതൊരു വെറും ഒരു ചടങ്ങല്ല സ്നേഹമുള്ളവരെ. അത് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ അപ്പൻ, എൻ്റെ അനിയൻ. 32 വയസ്സല്ലേ ഉള്ളൂ, 33 വയസ്സിൽ. ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഒരു ചേട്ടൻ, നിങ്ങളുടെ ഒരു അനിയൻ, നിങ്ങളുടെ ഒരു മകൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ അയാളെ ഞാൻ എങ്ങനെയാണ് ചുംബിക്കേണ്ടത്? ഇന്ന് ഇവിടെ ഈ ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഈശോയെ നമ്മളിവിടെ കിടത്തും. ഈശോയെ കിടത്തുമ്പോൾ ആ ഈശോയെ ചുംബിക്കാൻ വരേണ്ടത് എൻ്റെ അപ്പനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ മകനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഈശോയുടെ അടുത്തേക്ക് വരാൻ, അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ, അവനൊരു അന്ത്യചുംബനം നൽകാൻ. കാരണം അവൻ എൻ്റെയാണ്, എൻ്റെ മാത്രം. സ്നേഹമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുഃഖവെള്ളി അതൊരു വികാരപ്രകടനമല്ല, അതൊരു കടമയല്ല, അതൊരു കടത്തല്ല, അതൊരു ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ചയിൽ പള്ളിയിൽ വരേണ്ട കടമുള്ള ദിവസത്തിൻ്റെ ഓർമ്മയല്ല, മറിച്ച് അതൊരു സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഒരു വലിയ ഒരു അനുഭവമാണ്. ആ സ്നേഹ അനുഭവം കുരിശിൽ ഈശോ നമുക്ക് നൽകി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ വഴികളിലും സഹനത്തിൻ്റെ വഴികളിലും ഈശോയെ ചേർത്ത് പിടിക്കാനുള്ള കൃപ തരണമേ എന്നുള്ളൊരു നിലവിളിയാകട്ടെ എൻ്റെ പ്രാർത്ഥന. ആ നിലവിളിയാണ് അന്ത്യചുംബനത്തിലൂടെ എനിക്ക് നൽകാനുള്ളത്. ഈശോയെ, ജീവിതത്തിൽ എന്നും എപ്പോഴും നീയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കട്ടെ.